ശരിക്കും ആ 750 കോടി സർക്കാർ എന്ത് ചെയ്തു? നാലാൾ കൂടുന്നിടത്ത് ആളാവാൻ വേണ്ടി ഈ ചോദ്യം ഉന്നയിക്കുന്നവരുൾപ്പെടെ ഇനി പറയാൻ പോകുന്നത് കേൾക്കണം. പ്രിയമുള്ളവരെ നമസ്കാരം. രാവിലെ എനിക്ക് കുറച്ച് വീഡിയോ ലഭിച്ചു. ദേശാഭിമാനിയിൽ ഒരു പെൺകുട്ടി വന്നിരുന്നിട്ട് ദുരിതാശ്വാസ നിധിക്ക് ഗവൺമെന്റിന് കിട്ടിയ 780 കോടി രൂപ എന്ത് ചെയ്തു? നാലാൾ കൂടുന്നിടത്ത് ആളാകാൻ വേണ്ടിയിട്ട് വായി തോന്നുന്ന വിവരക്കേടുകൾ പറയുന്നവരെ ദാ പിടിച്ചോളൂ, ദേശാഭിമാനി സത്യം പറയാൻ പോവുകയാണ്. എൻ്റെ അറിവിൽ ദേശാഭിമാനി രണ്ടേ സത്യമാണ് എല്ലാ ദിവസവും പറയുന്നത്. അന്നത്തെ ദിവസത്തെ ഡേറ്റും അന്നത്തെ ദിവസത്തെ യഥാർത്ഥ ദിവസം എന്താണെന്ന്. ചിലപ്പോൾ അതിൽ പോലും ഇവർ തെറ്റുകൾ വരുത്തിയേക്കാം. രണ്ടായാലും ദേശാഭിമാനി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കിയതിനു ശേഷം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. എന്താണ് ഈ പെൺകുട്ടി പറയുന്നത് കേട്ടു നോക്കൂ. CMDRFിലേക്ക് ലഭിച്ചത് 770 കോടി 76 ലക്ഷം രൂപയാണ്. അതിൽ 351 കോടി രൂപ ഉപയോഗിച്ച് ടൗൺഷിപ്പ് വരികയാണ്. അതിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടം ഡിസംബർ ജാനുവരി മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. ടൗൺഷിപ്പിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയാം. അതിനകത്തുള്ള ഉടായ്പ ഞാൻ പറയാം. എന്തായാലും ബാക്കി കേട്ടു നോക്കാം. എന്തായാലും ഇവരുടെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ. ഡിസംബർ ജനുവരി മാസത്തോടു കൂടി, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഞങ്ങളിത് പൂർത്തീകരിക്കും. ഞങ്ങൾ മഹാന്മാരാണല്ലോ. നാട്ടുകാർ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണമെല്ലാം കൂടെ പിരിച്ചു വെച്ചിട്ട് ഈ ആടിനെ വിറ്റ പൈസയും കുടുക്ക പൊട്ടിച്ച പൈസയും സാധാരണക്കാരൻ അധ്വാനിച്ച പൈസയൊക്കെ അങ്ങോട്ട് മേടിച്ചു വെച്ചിട്ട് 2 വർഷം അത് കയ്യിലിട്ട് ചമ്മാടിച്ചിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഞങ്ങളിത് ചെയ്തു കൊടുക്കും. നല്ല കാര്യമാണല്ലോ. നമുക്ക് ബാക്കി കേൾക്കാം. 402 കുടുംബങ്ങളെയാണ് വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകളായിട്ട് സർക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൽപ്പറ്റയിൽ ഉയരുന്ന ടൗൺഷിപ്പിൽ വീടുകൾ വേണ്ടെന്ന് 107 കുടുംബങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർക്ക് 15 ലക്ഷം രൂപ വീതം കൊടുത്തിട്ടുണ്ട്. അതായത് 107 കുടുംബങ്ങൾക്ക് വീട് വേണ്ട എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? 105 കുടുംബങ്ങൾക്ക് മുസ്ലിം ലീഗ് വെച്ച് കൊടുക്കുന്ന വീട്ടിലേക്ക് പോയാൽ മതി എന്നവർ പറഞ്ഞതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞു, ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ടൗൺഷിപ്പിൽ താമസിക്കേണ്ട, നിങ്ങൾ പോയി ഈ 105 മുസ്ലിം ലീഗ് വെച്ച് കൊടുക്കുന്ന വീടുകളിലേക്ക് പോയി താമസിച്ചോളം പറഞ്ഞു. മുസ്ലിം ലീഗ് അതിനായിട്ട് സെപ്പറേറ്റ് പൈസയും പിരിച്ചിട്ടുണ്ടായിരുന്നു, അവർ വസ്തുവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വീടുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറയുന്നവർക്ക് സർക്കാർ ഒരു ഔദാര്യം കൊടുക്കുകയാണ്. 15 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞങ്ങൾ തരാമെന്നുള്ളത്. അപ്പോൾ അതായത് അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വീട് വേണ്ടാത്തവർക്ക് മറ്റുള്ളവർ കൊടുക്കുന്ന വീടുകളിൽ പോയി താമസിക്കാമെന്നുള്ള സൗകര്യം ഉണ്ടായെന്നിരിക്കെ കർണാടക സർക്കാർ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ 100 വീടുകൾ എന്തുകൊണ്ട് ഗവൺമെന്റ് വേണ്ടെന്ന് പറഞ്ഞു? വസ്തുവും വീടും കൊടുക്കാമെന്ന് പറഞ്ഞ കർണാടക സർക്കാരിന്റെ ആവശ്യം ഈ ഗവൺമെന്റ് എന്തിനു നിരാകരിച്ചു? വസ്തുവും വീടും വെച്ച് 100 വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ ആന്ധ്ര ഗവൺമെന്റിന്റെ ആവശ്യം സഹായം നമ്മൾ എന്തിനു വേണ്ടെന്ന് വെച്ചു? വസ്തുവും വീടും വെച്ച് നൽകാമെന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിന്റെ ആവശ്യം എന്തിനീ സർക്കാർ വേണ്ടെന്ന് വെച്ചു? അതോടൊപ്പം തന്നെ 100 വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ളവർ, 50 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ KG എബ്രഹാം സാറിനെ പോലുള്ളവർ, 25 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ഇന്ത്യൻ മലയാളി അസോസിയേഷനെ പോലുള്ളവർ, 1 മുതൽ 10 വരെ വീടുകൾ വെച്ച് നൽകാമെന്ന് പറഞ്ഞ നിരവധി ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ, ഇവരുടെ ഒന്നും ആവശ്യങ്ങൾ, ഇവരുടെയൊക്കെ സഹായങ്ങൾ എന്തുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിച്ചില്ല? പകരം